Good evening, students. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഗോസസ് ലോ ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, എന്താണ് പുതിയ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്, ഒരു ഡയലക്ട്രിക് മീഡിയത്തിൽ എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കിട്ടിയത് വെക്റ്റർ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് വെക്റ്റർ ഇ പ്ലസ് വെക്റ്റർ പി, where E is the electric field inside the dielectric and P is the polarization. So electric displacement in the behavior അത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. നമ്മൾ വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി ഇത് ഒരു ഡയലക്ട്രിക് മീഡിയത്തിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വാക്വത്തിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വാക്വത്തിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ വാക്വത്തിൽ ഇലക്ട്രിക് ഫീൽഡിനുണ്ടാവുന്ന ബൗണ്ടറി കണ്ടീഷൻസ് പോലെ തന്നെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ഇനീഷ്യൽ ചാപ്റ്ററിൽ, ഗ്രിഫിത്തിൻ്റെ ചാപ്റ്റർ 2-ൽ ഇത് വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോർമൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക് ഫീൽഡിൽ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നോർമൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. E perpendicular above minus E perpendicular below is equal to sigma by epsilon 0. നമ്മളൊരു ബൗണ്ടറി ക്രോസ് ചെയ്യുന്നു, ആ ബൗണ്ടറിയുടെ ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നോർമൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് E perpendicular above, E perpendicular below, this is E perpendicular above. നോർമൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതേപോലെ തന്നെ ടാൻജൻഷ്യൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ടാൻജൻഷ്യൽ കമ്പോണൻ്റ് കണ്ടിന്യൂസുമാണ്. ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ടാൻജൻഷ്യൽ കമ്പോണൻ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് കണ്ടിന്യൂസ്. സോ E parallel above is equal to E parallel below, ഇങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യും. സോ ഇക്വേഷൻ നമ്പർ 2 ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വാക്വത്തിൽ നമുക്ക് കിട്ടിയ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ. സോ വി ക്യാൻ റീകാസ്റ്റ് ദ സെയിം ആർഗ്യുമെൻറ്റ് to electric displacement D also. അപ്പോൾ അത് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം D എന്ന് പറയുന്നത് D ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് E പ്ലസ് പി ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിയുടെയും ഇയുടെയും ഡയറക്ഷൻ, ഡിയും ഇയും പ്രൊപ്പോർഷനിലാണ്, പാരലാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഡിയും ഇയും നമ്മൾ വേറൊരു എക്സ്പ്രഷനും കൂടി നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഈ രൂപത്തിൽ ഡി പെർപെൻഡിക്കുലർ എബവ്, ഇത് റീകാസ്റ്റ് ചെയ്താൽ ഡി പെർപെൻഡിക്കുലർ എബവ് മൈനസ് ഡി പെർപെൻഡിക്കുലർ ബിലോ ഇസ് ഈക്വൽ ടു സിഗ്മ. ദറ്റ് സിഗ്മ ഈസ് ദ ഫ്രീ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഈ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു ബൗണ്ടറി കൺസിഡർ ചെയ്തിട്ട് ആ ബൗണ്ടറിയിൽ നമ്മൾ ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തിട്ട് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി ഡെൽ ഡോട്ട് ഇയുടെ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ അതിൽ നിന്നാണ് നോർമൽ കമ്പോണൻറ്റും പാരലൽ കമ്പോണൻറ്റും നമ്മൾ കണ്ടു. പാരലൽ കമ്പോണൻ്റ് ആണെങ്കിൽ ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ലൈൻ ഇൻ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിറൈവ് ചെയ്തത്.
നമ്മൾ ഇവിടെ മറ്റൊരു ഗോസിയൻ സർഫസ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പിൽ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷൻ നമ്പർ 1 ഡിറൈവ് ചെയ്തത് ഒരു പിൽ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ആ പിൽ ബോക്സിൽ നമ്മൾ ഇങ്ങനെ ഒരു ബൗണ്ടറി എടുത്തിട്ട് ആ പിൽ ബോക്സിൽ നമ്മൾ ഗോസസ് ലോ അപ്ലൈ ചെയ്തുകൊണ്ട് സർഫസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എ ഉപയോഗിച്ചുകൊണ്ട് നോർമൽ കമ്പോണൻറ്റ് നമുക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടി. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഈ ലൈൻ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ സിക്വൽ ടു 0 അല്ലെങ്കിൽ ഡെൽ ക്രോസ് ഇ സിക്വൽ ടു 0 എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഈ എക്സ്പ്രഷനും അതേപോലെ തന്നെ ക്ലോസ്ഡ് സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എ സിക്വൽ ടു സിഗ്മ ക്യു എഫ് എൻക്ലോസ്ഡ് എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഇതേ രൂപത്തിൽ തന്നെ ഡിറൈവ് ചെയ്യാം. ഞാൻ ആ ഡെറിവേഷനിലേക്ക് കടക്കുന്നില്ല. നോർമൽ കമ്പോണൻറ്റ് ഇങ്ങനെ വരും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോലെ തന്നെ നോർമൽ കമ്പോണൻറ്റ് ഡിസ്കണ്ടിന്യൂസ് ആവും. ടാൻജൻഷ്യൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ ഡി പാരലൽ എബവ് മൈനസ് ഡി പാരലൽ ബിലോ ഇസ് ഈക്വൽ ടു പി പാരലൽ എബവ് മൈനസ് പി പാരലൽ ബിലോ. ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ പ്ലസ് പി ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ലൈൻ ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ ഇൻറ്റഗ്രൽ പി ഡോട്ട് ഡി എൽ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഡി പാരലൽ എബവ് മൈനസ് ഡി പാരലൽ ബിലോ ഈക്വൽ ടു കമ്പൈൻ പി പാരലൽ എബവ് മൈനസ് പി പാരലൽ ബിലോ എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. 2 സ്റ്റെപ്പുകൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ ഒരു ഡെറിവേഷൻ നമ്മളോട് ആവശ്യപ്പെടാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് തന്നെ സെൽഫ് എക്സ്പ്ലോറേറ്ററി ആണ്, നിങ്ങൾക്ക് തന്നെ അത് ഡിറൈവ് ചെയ്തെടുക്കാവുന്ന ഒരു കേസേ ഉള്ളൂ. ജസ്റ്റ് റീകാസ്റ്റ് ദ boundary condition for electric field to the boundary condition for electric displacement. So the normal component of electric displacement is discontinuous, and tangential component of electric displacement is also discontinuous, which is related to the polarization vector, the discontinuity of the polarization vector. Polarization vector ന്റെ ഡിസ്കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് അത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് മാറുമ്പോൾ പോളറൈസേഷന് വ്യത്യാസം ഉണ്ടാവും. ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ അത് പോളറൈസേഷൻ്റെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറും. Next we are going to discuss the concept of linear dielectrics. Linear dielectrics. ഡയലക്ട്രിക്സിനെ ലീനിയർ ഡയലക്ട്രിക്സ് എന്നും നോൺ ലീനിയർ ഡയലക്ട്രിക്സ് എന്നും പറയാം. നമ്മളുടെ സിലബസിൽ ലീനിയർ ഡയലക്ട്രിക്സിനെ കുറിച്ച് മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ഇഫ് എ മെറ്റീരിയൽ ഈസ് പോളറൈസ്ഡ്, if a dielectric or material, if a dielectric is polarized, if a dielectric is polarized, and if the polarization vector P is proportional to the total electric field, the total electric field inside the dielectric, then the polarization, such a material, such a dielectrics are called linear dielectrics. So linear dielectric എന്ന് പറഞ്ഞാൽ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, പ്രൊവൈഡഡ് P proportional to E, provided E is not vary, the magnitude of E is
നോട്ട് വെരി ലാർജ്. അത്തരം സിറ്റുവേഷനിൽ മാത്രമേ സാറ്റിസ്ഫൈ ഉള്ളൂ. എങ്കിലും പി പ്രപ്പോർഷണൽ ടു വെക്റ്റർ ഇ എന്ന് എഴുതാം. സോ പി ഈസ് ഈക്വൽ ടു യു ക്യാൻ റൈറ്റ് മൾട്ടിപ്ലൈ വിത്ത് സം കോൺസ്റ്റൻറ്റ് എപ്സിലോൺ നോട്ട് കൈ ഇ വെക്റ്റർ ഇ. ഹിയർ പി ഈസ് ദ പോളറൈസേഷൻ. ഒരു പുതിയൊരു കോൺസ്റ്റൻറ്റ് കൊണ്ടുവരും. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമ്മൾ ഓൾറെഡി കുളൂംസ് ലോ പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് കൈ ഇ ഈസ് കോൾഡ് ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി. ഇലക്ട്രിക് സസെപ്റ്റിബിലിറ്റി and it is a dimensionless quantity. Dimensionless quantity. So electric susceptibility is a dimensionless quantity. So for a linear dielectric, in general you can write vector P is equal to epsilon naught chi e into vector E. This vector E is called the total electric field. Actually, it is different from the applied electric field, external electric field. അപ്പോൾ നിങ്ങളൊരു പോളറൈസിങ് മെറ്റീരിയൽ ഡയലക്ട്രിക് എടുത്തു എന്ന് വിചാരിച്ചോ, ആ ഡയലക്ട്രിക്കിലേക്ക് നിങ്ങളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു എന്ന് വിചാരിച്ചോ, ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് E0 അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. E0 is the external electric field. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ അതിലെ മെറ്റീരിയൽ പോളറൈസ് ചെയ്യപ്പെടും. മെറ്റീരിയൽ വിൽ ബി പോളറൈസ്ഡ്. അറിയാം, എല്ലാവർക്കും അറിയാം, പോളറൈസ് ചെയ്യപ്പെടും. സോ ഇറ്റ് വിൽ ജനറേറ്റ് എ പോളറൈസേഷൻ P. സോ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സം ബൗണ്ട് ചാർജസ്. ഈ പോളറൈസേഷൻ ബൗണ്ട് ചാർജസ് ഉള്ളതുകൊണ്ട് ഇഫക്റ്റീവ് electric field, total electric field will be changed. Electric field വ്യത്യാസം വരും, പോളറൈസേഷൻ വ്യത്യാസം വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ആവില്ല. അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് വരുമ്പോൾ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ വരും. ഈ വരുന്നതുകൊണ്ട് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് വീണ്ടും ഈ മെറ്റീരിയലിൽ പോളറൈസേഷൻ വീണ്ടും ജനറേറ്റ് ചെയ്യും. അത് വീണ്ടും ഇലക്ട്രിക് ഫീൽഡ് വേരിയേഷൻ വരുത്തും. അതിൻ്റെ ഫിസിക്കൽ കോൺസെപ്റ്റിലേക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കിടക്കുന്നില്ല. എങ്കിലും ഇൻ ജനറൽ പി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് കൈ ഇ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഇത് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാണെന്ന് മനസ്സിലാക്കുക. ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡും അതേപോലെ തന്നെ പോളറൈസേഷനും കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് പോളറൈസേഷൻ അറിയണമെങ്കിൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറിയണം. ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറിയണമെങ്കിൽ എത്രത്തോളം എമൗണ്ട് ഓഫ് പോളറൈസേഷൻ ആണ് ഉണ്ടായിരുന്നതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു മെറ്റീരിയലിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേക സ്പെറിക്കലോ അല്ലെങ്കിൽ സിലിണ്ടറിക്കലോ അല്ലെങ്കിൽ പ്ലാനർ സിമെട്രിയോ ഒക്കെ ഉള്ള സിറ്റുവേഷൻസിലൊഴികെ നിങ്ങൾക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിനെ എന്താ പറയുക, ഫ്രീ ചാർജസുമായിട്ട് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ എന്താ പറയുക വെച്ചാൽ ഡെൽ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു റോ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്രീ ചാർജ് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് ഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പെറിക്കലി സിമെട്രിക്കലായ അല്ലെങ്കിൽ സിലിണ്ടറിക്കലി സിമെട്രിക്കലായിട്ടുള്ള സർട്ടൻ സ്പെറിക്കൽ സിമെട്രി ഉള്ള സിംപ്ലസ്റ്റ് സിറ്റുവേഷൻസിന് മാത്രമേ നമുക്കത് കാര്യം ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ അത്തരം സിറ്റുവേഷൻസിൽ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലും കോംപ്ലിക്കേറ്റഡ് ആണ് ഇലക്ട്രിക് ഫീൽഡും പോളറൈസേഷനും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ സിംപ്ലസ്റ്റ് സിറ്റുവേഷൻസിൽ our choice will not be E, but it will be D. എന്ന് പറഞ്ഞാൽ ഫ്രീ ചാർജസ്, എമൗണ്ട് ഓഫ് ഫ്രീ ചാർജസ് ഒരു മെറ്റീരിയലിൽ അറിയാമെങ്കിൽ യു ക്യാൻ ഈസിലി കാൽക്കുലേറ്റ് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫോർ സർട്ടൻ പ്രോബ്ലംസ് ഇൻവോൾവിങ് സിമെട്രി. ചില സിമെട്രിക്കൽ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എല്ലാത്തിലും അല്ല, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡി കാൽക്കുലേറ്റ് ചെയ്താൽ ഡിയിൽ നിന്ന് പോളറൈസേഷനും ഇലക്ട്രിക് ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പറ്റും.
അപ്പോൾ പലപ്പോഴും ഒരു ഡയലക്ട്രിക് പ്രോബ്ലത്തിൽ, ഡയലക്ട്രിക് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ, അതിൽ പ്രത്യേകം സിമെട്രി ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡോ പോളറൈസേഷനോ കാൽക്കുലേറ്റ് ചെയ്യാനല്ല നിൽക്കുക, പലപ്പോഴും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കുക. അത് അടുത്ത ടോപ്പിക്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. നമ്മൾ P = ε0 E chi E എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. പക്ഷേ ഈ എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, വി ക്യാൻ go for electric displacement. Calculation of E is very difficult to calculate. So we will go for electric displacement. Electric displacement D is equal to ε0 vector E plus P. For linear dielectric, vector D is equal to ε0 vector E plus ε0 chi E vector E. So ε0 into 1 plus chi E into vector E. So vector D is equal to ε0 into 1 plus chi E. This 1 plus chi E is also represented as epsilon r. This is called the relative permittivity. Or you can represent D is equal to epsilon E, where epsilon is permittivity of the medium, epsilon is equal to ε0 into epsilon r, and epsilon r is epsilon by ε0. This is called relative permittivity. It is a dimensionless quantity. And the relation connecting epsilon r and susceptibility is 1 plus chi. അപ്പോൾ ഫിസിക്കലി സസെപ്റ്റിബിലിറ്റിയും റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും തമ്മിൽ ഫിസിക്കലി കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, ഒരു 1ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് സസെപ്റ്റിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയിൽ നിന്നും കിട്ടും. അപ്പോൾ പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷനാണ്. epsilon r is equal to 1 plus chi E. So in general you can represent vector D is equal to epsilon E for linear dielectrics. And P is ε0 chi E E. And this E is called the total electric field. And this quantity, ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ലീനിയർ ഡയലക്ട്രിക് ആയിട്ടുള്ള മെറ്റീരിയലിൽ പലപ്പോഴും ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രത്യേകം സ്പെറിക്കൽ സിമെട്രിയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വളരെ ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ വി വിൽ ഗോ ഫോർ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫസ്റ്റ്. Then you can calculate the other parameters. You can solve the electrostatic problem using this relation D is equal to epsilon E. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ലീനിയർ ഡയലക്ട്രിക് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ ന്യൂ പ്രോബ്ലം. പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമ്പിൾ, ഈ എക്സാമ്പിളിൽ നമ്മുടെ കയ്യിലൊരു മെറ്റൽ സ്പിയർ ഉണ്ട്. ഇറ്റ്സ് എ മെറ്റൽ സ്പിയർ. മെറ്റൽ സ്പിയർ ആണ്. ആ മെറ്റൽ സ്പിയറിന്റെ റേഡിയസ് എ ആണ്. ദ മെറ്റൽ സ്പിയർ ഈസ് surrounded by a dielectric sphere of radius
ബി. അപ്പോൾ ഈ ഡയലക്ട്രിക് സ്പിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ബി ആണ്. നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ സ്പിയർ. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഇതൊരു ഡയലക്ട്രിക്സ് ഇൻവോൾവ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു നോ ഇ വി, ഇഫ് യു വാണ്ട് ടു നോ വി, വിയുടെ എക്സ്പ്രഷൻ നിങ്ങൾക്കറിയാം, മൈനസ് ഇൻറ്റഗ്രൽ, ഇപ്പോൾ സെൻറ്ററിലാണെങ്കിൽ 0 ആണെങ്കിൽ മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു 0 ഇ ഡോട്ട് ഡി എൽ, ഇതാണ് റെപ്രസെൻറ്റേഷൻ. അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എൽ അല്ലെങ്കിൽ ഡി ആർ എന്ന് റെപ്രസെൻറ്റ്. ഇതാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ വി അറിയണമെങ്കിൽ ഇഫ് യു വാണ്ട് ടു നോ വി, യു മസ്റ്റ് നോ ഇ. ഇ അറിയണമെങ്കിലോ, ഇ അറിയണമെങ്കിൽ പി അറിയണം, പോളറൈസേഷൻ അറിയണം. കാരണം ഇത് മെറ്റീരിയലിൽ, ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ സറൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെറ്റീരിയലിൽ ഉണ്ടാകുന്ന പോളറൈസേഷൻ ഇഫക്റ്റ് അറിയണം. ആ പോളറൈസേഷൻ അറിഞ്ഞാൽ മാത്രമേ ബൗണ്ട് ചാർജസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബൗണ്ട് ചാർജസും കൂടി ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡ് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ്, അപ്പോൾ അതിന് പകരം നമുക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് പകരമായിട്ട് നമുക്ക് ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതെങ്ങനെ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ പ്രോബ്ലം. ഇതാണ് സ്പിയർ, ഒരു മെറ്റാലിക് സ്പിയർ ഇവിടെയുണ്ട്, റേഡിയസ് എ, റേഡിയസ് ബി. ഈ പോയിന്റിലെയാണ് നമുക്ക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിക്കുക. സോ ഇൻസൈഡ് ആണ്, തൽക്കാലം ഇൻസൈഡ് ആണെന്ന് വിചാരിച്ചു. സൈഡ് ആണെങ്കിൽ ഈ പോയിന്റ് പി, ഇവിടേക്കുള്ള ദൂരം ആർ ആണെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഗോസസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എ ഇസ് ഈക്വൽ ടു ക്യു എഫ് എൻക്ലോസ്ഡ്, ഇതറിയാം. ഇത് മെറ്റാലിക് സ്പിയർ ആണ്. മെറ്റാലിക് സ്പിയർ ആയതുകൊണ്ട് നമുക്കിവിടെ ടോട്ടൽ ചാർജ് ക്യൂ ആണെന്ന് വിചാരിച്ചോ. ടോട്ടൽ ചാർജ് ഓഫ് ദ മെറ്റാലിക് സ്പിയർ ക്യൂ ആണെന്ന് വിചാരിച്ചു. പ്രോബ്ലത്തിൽ തന്നെ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഡി ഇൻറ്റു 4πr² സർഫസ് ഏരിയ is equal to Q. So D is equal to Q by 4πr². സിമെട്രി പ്രകാരം ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. സോ വെക്റ്റർ D is equal to Q by 4πr² r cap. ഇക്വേഷൻ നമ്പർ 1. ഔട്ട്സൈഡ് ആയാലോ, അപ്പോൾ നമ്മൾ പോയിന്റ് ഇവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഗോസിയൻ സ്പിയർ കൺസിഡർ ചെയ്യും. ഗോസിയൻ സ്പിയർ കൺസിഡർ ചെയ്യുമ്പോഴും ക്യു എഫ് വിൽ ബി ദ ഫ്രീ ചാർജ്, ഇറ്റ് വിൽ ബി അഗെയിൻ ക്യൂ. സോ റിസൾട്ടിൽ വ്യത്യാസമൊന്നും വരില്ല. ഡി ഈസ് ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ ക്യാപിറ്റൽ ആർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നെങ്കിൽ വേറൊരു ആർ തന്നെ, വേറൊരു ആർ, ക്യൂ ബൈ 4πr² r cap. ഇക്വേഷൻ നമ്പർ 2. Here r is greater than a, here r is greater than b, here r is less than b, and r is greater than a. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിൻ്റെ ഉള്ളിൽ ഇൻസൈഡ് ദ മെറ്റാലിക് സ്പിയർ എന്ത് വരും? ഇൻസൈഡ് ദ മെറ്റാലിക് സ്പിയർ മെറ്റാലിക് സ്പിയറിൻ്റെ ഉള്ളിൽ എന്താ? മെറ്റാലിക് സ്പിയറിൻ്റെ മെറ്റലാണ്, കണ്ടക്ടറാണ്. കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് E0 ആണ്, പോളറൈസേഷൻ 0 ആണ്. സോ D ഈസ് ഈക്വൽ ടു ε0 E പ്ലസ് P ഈസ് ഈക്വൽ ടു 0. സോ മെറ്റാലിക് സ്പിയറിൻ്റെ ഇപ്പോൾ R ലെസ് ദാൻ A, D 0.
എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ആർ ഗ്രേറ്റർ ദാൻ എ ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr² r cap. This is D. This is the expression for D. And ഇതൊരു ലീനിയർ ഡയലക്ട്രിക് മീഡിയ ആണെങ്കിൽ നിങ്ങൾക്ക് D is equal to epsilon E എന്ന് എഴുതാം. So for R greater than A, E is equal to D by epsilon. So D is Q by 4π epsilon r² into r cap. This is vector E. This is equation number 2. This is equation number 3. So what is V? അപ്പോൾ നിങ്ങൾ ചോദിക്കും if ഞാനിവിടെ എഴുതിയത് ആർ ഗ്രേറ്റർ ദാൻ എ എന്നാണ്. നമുക്ക് കുറച്ചും കൂടി ഇത് സ്പെസിഫിക് ആയിട്ട് എഴുതാം. എ ലെസ് ദാൻ ആർ ലെസ് ദാൻ ബി. അതായത് ഡൈലക്ട്രിക്കിൻ്റെ ഉള്ളിലാണ്, ഡൈലക്ട്രിക് സ്പിയറിൻ്റെ റേഡിയസിനേക്കാളും ഉള്ളിലാണ്, ഇവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഇത് എ, ഇത് ബി. അപ്പോൾ ഈ റീജിയനാണ് കൺസിഡർ ചെയ്തത്. ഈ റീജിയൻ കൺസിഡർ ചെയ്തെന്ന് വിചാരിച്ചു. ഔട്ട്സൈഡ് ദ ഡൈലക്ട്രിക് സ്പിയർ എന്ത് വരും? ഔട്ട്സൈഡ് ദ ഡൈലക്ട്രിക് സ്പിയർ epsilon is equal to epsilon naught into epsilon r is equal to epsilon naught into 1 is equal to epsilon naught. So D is equal to epsilon naught E. So E is equal to D by epsilon naught. So that is will be equal to Q by 4π epsilon naught r² r cap. This is for R greater than B. This is equation number 4. അപ്പോൾ നമ്മൾ R less than A E0 എന്ന് നമ്മൾ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 5 എന്ന് എടുത്തോ. അപ്പോൾ 3 എന്ന് പറയുന്നത് ഈ റീജിയനിലെ ഇലക്ട്രിക് ഫീൽഡ്, ഇക്വേഷൻ നമ്പർ 3. ഇക്വേഷൻ നമ്പർ 4 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ ഡയലക്ട്രിക് സ്പിയർ. ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയുന്നത് ഇൻസൈഡ് ദ മെറ്റാലിക് സ്പിയർ. ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കിട്ടി. അങ്ങനെ ഈ 3 റീജിയനിലെയും ഇലക്ട്രിക് ഫീൽഡ് കിട്ടിയാൽ വി ക്യാൻ കാൽക്കുലേറ്റ് ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് V at center is equal to the work done in bringing unit positive charge from infinity to that point, that is equal to E dot dr. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു, നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് സ്പിയർ. സോ ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ. നമുക്ക് ഈ റിലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓരോ റീജിയനിലെയും ഇപ്പോൾ മൈനസ് ഇൻറ്റഗ്രൽ ഇൻഫിനിറ്റി ടു ബി ഇ ഡോട്ട് ഡി ആർ, മൈനസ് ഇൻറ്റഗ്രൽ ബി ടു എ ഇ ഡോട്ട് ഡി ആർ, മൈനസ് ഇൻറ്റഗ്രൽ എ ടു 0 ഇ ഡോട്ട് ഡി ആർ, ഈ എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിൽ ഇവിടെയുള്ള ഔട്ട്സൈഡ് ദ ഡയലക്ട്രിക് സ്പിയർ, ഇൻസൈഡ് ദ ഡയലക്ട്രിക് സ്പിയർ, ഇൻസൈഡ് ദ മെറ്റാലിക് സ്പിയർ, ഇതിൽ ഓരോന്നിലെയും ഇലക്ട്രിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പൊട്ടൻഷ്യലിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.